ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു സംഭവമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മളൊരു കമ്പനീനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു ചെറിയ മൈക്രോ ക്യാപ് കമ്പനിയാണ്, പേര് വിൻറ്റേജ് കോഫി. ഇത് ഞാൻ എടുക്കാൻ കാരണം ഇന്നലെയാണ് അവരുടെ റിസൾട്ട് വന്നത്. അതായത് ഇന്നലെ എന്ന് പറയുമ്പോൾ 19 ജൂലൈ 19 ഇവരുടെ Q1 ഓഫ് FY26 റിസൾട്ട്സ് വന്നത്. അപ്പോൾ ആ റിസൾട്ട് കൂടി വന്നതോടുകൂടെ എനിക്ക് ഈ ഒരു കമ്പനിയിൽ കുറച്ചും കൂടെ ആ ഒരു കൺവിക്ഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനി ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ റിസൾട്ട്സിൽ കുറേ ആൾക്കാർക്ക് കുറേ സംശയങ്ങളുണ്ടാവും. അപ്പോൾ ആ സംശയങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ തീർക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വിൻറ്റേജ് കോഫി ഒരു B2B കമ്പനിയാണ്, അതായത് ബിസിനസ് ടു ബിസിനസ്. അതായത് ഇവരെന്താ ചെയ്യുന്നത്, ബൾക്കായിട്ട് കോഫി എടുത്തിട്ട്, കോഫി പല ആൾക്കാരിൽ നിന്ന് എടുക്കും. ചിലപ്പം ഇന്ത്യയിൽ നിന്നായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ അവർ പുറത്ത് നിന്ന് ബൾക്കായിട്ട് എന്തെടുക്കും, കോഫി എടുക്കും. എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് വാല്യൂ അഡീഷനൊക്കെ നടത്തിയിട്ട് ഇവർ പുറത്തേക്ക് തന്നെ കയറ്റി അയക്കും. കൂടുതലും ഇവർ പുറത്തേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഈയിടെയായിട്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, B2C സെഗ്മെൻറ്റ്, അതായത് ബിസിനസ് ടു കസ്റ്റമർ സെഗ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് നേവി മുംബൈയിൽ. അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ്സാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഇവരുടെ ഗ്രോത്താണ്. നല്ല രീതിയിലുള്ള ഗ്രോത്ത് റേറ്റ് ഇവർ കാണിക്കുന്നുണ്ട്. ഒരു 130% സെയിൽസ് ഗ്രോത്ത് ഇവർ കൊണ്ടുവരുന്നുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് അതിലും കൂടുതലാണ്, 200ൻ്റെ മുകളിലാണ് പ്രോഫിറ്റ് ഗ്രോത്ത് വരുന്നത്. നല്ല രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് ലിവറേജും ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഒരു 3-4 ക്വാർട്ടറായിട്ട് ഇതുവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലുള്ള ആ ഒരു കൺവിക്ഷൻ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കോളും കാര്യങ്ങളും നടത്താറില്ല, PPT ഇറക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ Q1 അവർ PPT പുറത്തിറക്കിയിട്ടില്ല. PPT ഇറങ്ങിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ Q1 അവർ ഇതേപോലെ PPT ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചിലപ്പം ഇറങ്ങുന്നുണ്ടാവില്ല. വിൻറ്റേജ് കോഫിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് ഏകദേശം 1800 കോടി രൂപയുടെ അടുത്താണ്. അപ്പം ചെറിയ കമ്പനിയാണ്, മൈക്രോ ക്യാപ് കമ്പനിയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ പരിപാടി എന്താണ്, ഇവർ ഈ ബൾക്കായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി, അങ്ങനത്തെ സോല്യൂബിൾ കോഫികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്, പുറത്തേക്ക് കയറ്റി വയ്ക്കും. കൂടുതലും ഇത്രയും കാലം കഴിഞ്ഞ ഒരു സെപ്റ്റംബറിലിട്ട് ഒരു B2C സെഗ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത് പുറത്തേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുക. പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കും റഷ്യയിലേക്കൊക്കെയാണ് മെയിനായിട്ടും ഇവർ സപ്ലൈ ചെയ്യുന്നത്. ഇതുകൂടാതെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, അങ്ങനെയൊക്കെ ഇവരുടെ സെയിൽസ് ഉണ്ട്. പക്ഷേ അമേരിക്കയിലൊക്കെ ഈയിടെയായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും വ്യാപിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. USA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഫി നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന രാജ്യമാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നല്ല രീതിയിൽ കോഫി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കമ്പനി USA നല്ല രീതിയിൽ ബിസിനസ് നടത്താനുള്ള ഒരു പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ്. US മാത്രമല്ല, ഓസ്ട്രേലിയ അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ അവരുടെ പ്രസൻസ് വർദ്ധിപ്പിക്കാനുള്ള പ്ലാൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ FMCG സെക്ടറൊക്കെ പൊതുവേ ഗ്രോത്ത് കുറഞ്ഞിരിക്കുകയാണ്. നല്ല രീതിയിലൊന്നും അവർ ഗ്രോ ചെയ്യുന്നില്ല. ഏർണിങ്സ് റിസൾട്ടൊക്കെ മോശമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മേഖല, ഈ ഒരു കോഫി സെക്ടറിൽ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ചിലപ്പോൾ ഇതായിരിക്കും. കാരണം അവർ മെയിനായിട്ടും എക്സ്പോർട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള ഒരു വിതരണം കുറവാണ്. ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ടും ഈ പറയുന്ന കോഫിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പം വർദ്ധിച്ച് വരുന്നുണ്ട് പണ്ടത്തേക്കാളും. പണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. നമ്മുടെ നാട്ടിൽ പൊതുവേ കാപ്പി യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്, കൂടുതൽ ആൾക്കാർ ചായയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈയിടെയായിട്ട് ട്രെൻഡൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ന്യൂ ജനറേഷൻ ആൾക്കാരൊക്കെ കൂടുതലും ഈ കോഫി നന്നായിട്ട് കഴിക്കുന്നുണ്ട്. കാരണം ഫോറിനിലുള്ള ആൾക്കാരൊക്കെ കൂടുതൽ അതല്ലേ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും കോപ്പി ചെയ്യാൻ നോക്കുന്നത് പുറത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പം എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ ഈ കോഫി ലോഞ്ചുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോളിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം ഈ പറയുന്ന കോഫി ലോഞ്ചൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിലും കോഫിയുടെ ഉപയോഗം കൂടി വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ് ബിസിനസ് പെർസ്പെക്റ്റീവിൽ. ഹെൽത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിലും ബിസിനസ്സിൻ്റെ കേസിൽ എന്തായാലും നമ്മുടെ കോഫി കൺസപ്ഷൻ കൂടുന്നത് കൊണ്ട് നമ്മുടെ വിൻറ്റേജ് കോഫി പോലുള്ള കമ്പനികൾക്ക് അത് നല്ല പോസിറ്റീവായിട്ടൊരു ബൂസ്റ്റപ്പ് കൊടുക്കുന്ന കാര്യമാണ്. ECL പ്രൊഡക്ട്സ് എന്ന് പറയുന്ന കമ്പനിയുടെ കോൾ കേട്ട് കഴിഞ്ഞപ്പോഴും അവർ ഈ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതായത് സൗത്ത് ഇന്ത്യയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രസൻസ് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ ഇടയിൽ കൂടുതലായിട്ടും ഇതിൻ്റെ ഉപയോഗം കൂടുന്നുണ്ട്. അത് അവർക്ക് പോസിറ്റീവാണെന്ന് പറയുന്നുണ്ട്. ഇവർ പിന്നെ ഞാൻ പറഞ്ഞു കോളൊന്നും നടത്തുന്നില്ല. പക്ഷേ ഇവർ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പറയുന്ന കാര്യങ്ങൾ അവർ മുൻകൂട്ടി തന്നെ നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി 2025 ആകുമ്പോഴത്തേക്കും ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പാക്കേജിംഗ് ലൈൻ അവർ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ എന്ത് ചെയ്തു എന്നറിയോ, ഇവർ ഒക്ടോബറിൽ തന്നെ അത് കൊണ്ടുവന്നു. കഴിഞ്ഞ വർഷം 2024 ഒക്ടോബറിൽ തന്നെ അത് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വന്ന ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി പറ്റി. കാരണം എന്താണ്, ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള പാക്കേജിംഗ് ലൈനല്ലേ. അപ്പം മാൻ പവറിൻ്റെ യൂസ് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ പാക്കേജിങ് എഫിഷ്യൻസി കൂടുകയും ചെയ്യും. കാരണം കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. എക്സ്പെൻസ് നല്ല രീതിയിൽ കുറയുന്നത് കൊണ്ട് പാറ്റ് കൂട്ടാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഇന്നലെ വന്ന ഇവരുടെ റിസൾട്ട് Q1 റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സെയിൽസ് ഗ്രോത്ത് 133% വർദ്ധിച്ചിട്ടുണ്ട്. പാറ്റ് വന്നിട്ട് 213%. കറക്റ്റ് ആ ഒരു 213 വലിയ കാര്യമൊന്നുമില്ല, ഒരു 210% ആ ഒരു ഗ്രോത്ത്, അല്ലാതെ കറക്റ്റ് എക്സാക്ട് നമ്പേഴ്സിൽ വലിയ കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ഒരു ഗ്രോത്ത് ഏത് ഡയറക്ഷനിലാണ് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. EPS ആണെങ്കിൽ 203% കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്കുകളെല്ലാം തന്നെ കഴിഞ്ഞ Q1 കമ്പയർ ചെയ്തിട്ടുള്ള കണക്കുകളാണ്, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കണക്കുകളല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ബിസിനസ്സുകളും നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്നതിന് പകരം ഇയർ ഓൺ ഇയർ ഗ്രോത്തും കാര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട്, കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും നല്ല ഒരു ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. സെയിൽസ് ഗ്രോത്ത് ഇതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 148% സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ ക്വാർട്ടറിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ തോന്നുക, ഈ പ്രാവശ്യത്തെ റിസൾട്ട് അവരുടെ കുറച്ച് മോശമായിട്ടാണ് വന്നേക്കുന്നത് എന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർ 148% ഒരു സെയിൽസ് ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 ക്വാർട്ടറിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ചെറിയ രീതിയിൽ റിസൾട്ട് കുറഞ്ഞോ എന്ന് പല ആൾക്കും തോന്നും. അപ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ട സംഭവം എന്താ, കഴിഞ്ഞ ജൂണിൽ ഇവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ജൂണിൽ ഇവർ കൊണ്ടുവന്നേക്കുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 170%, അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത് 110% അടുത്താണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഗ്രോത്ത് അവർക്ക് കൂട്ടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്, ഗ്രോത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ, അല്ലാതെ അവർ കൊണ്ടുവന്ന നമ്പേഴ്സ് അല്ല. ഗ്രോത്ത് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഈ പ്രാവശ്യം നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് ഈ പ്രാവശ്യം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഈ കമ്പനീനെ പറ്റി ഇഷ്ടപ്പെട്ട ഒരു സംഭവം, ഇവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ 100% ഇവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ Q3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ 2024 ഇവരെന്ത് ചെയ്തു, ഇവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ 100% അച്ചീവ് ചെയ്തു. ആ സമയത്ത് ഇവർക്ക് ഏകദേശം 4500 മെട്രിക് ടണ്ണിൻ്റെ പ്രൊഡക്ഷനാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു വർഷത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഒരു വർഷം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4500 മെട്രിക് ടണ്ണായിരുന്നു അന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന മാക്സിമം എമൗണ്ട്. കഴിഞ്ഞ ജൂൺ വരെ ഏകദേശം ഒരേപോലത്തെ ഒരു വർധനവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജൂൺ മുതൽ നല്ല രീതിയിൽ ആ ഒരു കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ വരികയും ഇവരുടെ സെയിൽസും കാര്യങ്ങളും ഭയങ്കര എക്സ്പൊണൻഷ്യലായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്ക് ഇവരുടെ പ്രൊഡക്ഷൻ സാച്ചുറേഷനിലോട്ടെത്തി, പരമാവധി പറ്റാവുന്നതിൻ്റെ പരമാവധി ഇവർ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങി. ഡിസംബർ എന്ന് ഞാൻ ഉദ്ദേശിച്ച Q3 ആണ് കേട്ടോ. അപ്പോൾ Q3 എന്ത് ചെയ്യുന്നത്, അവരുടെ ആ ഒരു 100% ആയിട്ട് മാറിയത് അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. അതിനുശേഷം ജനുവരി മാസം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനുവരി മാസം 27-ാം തീയതി 2000 മെട്രിക് ടണ്ണും കൂടെ അവർ ആഡ് ചെയ്തു. 2000 മെട്രിക് ടൺ കപ്പാസിറ്റിയും കൂടെ അവർ ആഡ് ചെയ്തു. ആ കപ്പാസിറ്റി 27-ാം തീയതി ജനുവരി കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതായത് 2000 മെട്രിക് ടൺ കംപ്ലീറ്റ് ആയിട്ടും ജനുവരി 27-ന് അവർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ ആ ഒരു സംഭവം കൂടെ എവിടെ ആഡ് ആയിട്ടുണ്ട്, നമ്മുടെ കഴിഞ്ഞ Q4 റിസൾട്ട്സിൽ ആഡ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായോ, 2000 മെട്രിക് ടണ്ണിൻ്റെ അഡീഷണൽ കപ്പാസിറ്റി CAPEX അവർ കൊണ്ടുവന്നു. അത് ലൈവ് ആക്കുകയും ചെയ്തു. എപ്പോഴാണ് കൊണ്ടുവന്നത്, അതായത് ഈ വർഷം 2025 ജനുവരി 27-ാം തീയതി ഈ പറയുന്ന 2000 മെട്രിക് ടൺ പെർ ഇയർ, അതായത് ഓരോ വർഷവും എന്ത് ചെയ്യാൻ പറ്റും, 2000 മെട്രിക് ടണ്ണിൻ്റെ പ്രൊഡക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു പ്ലാന്റ് അവർ ഈ ജനുവരിയിൽ അവർ ഓപ്പൺ ചെയ്തു. അത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെയും കൂടെ ഇൻപുട്ട് എവിടെ വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ Q4 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ Q4 റിസൾട്ട്സിൽ ആക്ച്വലി അവർ 100% പോയി കഴിഞ്ഞു. 100% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെയാണ് പല ആൾക്കാർക്കും ഒരു ഡൗട്ട് വരുന്നത്. എന്താണ് ഡൗട്ട് എന്നറിയോ, അതായത് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ 100% ഇപ്പം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി ഇവർക്ക് ഇതേപോലത്തെ ഒരു സെയിൽസ് ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ പുതിയ CAPEX കൊണ്ടുവരുന്നുണ്ട്. എപ്പോഴാണ് അത് ലൈവ് ആവുക, അടുത്ത വർഷം എന്ന് പറയുമ്പം FY26 അവസാനത്തോടു കൂടി മാത്രമേ അത് ലൈവ് ആവൂ എന്നാണ് കമ്പനി അവരുടെ PPTയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം അവർക്ക് അഡീഷണൽ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റില്ലേ? കാരണം ഓൾറെഡി അവരെന്ത് ചെയ്ത് കഴിഞ്ഞു, 100% അവർ യൂട്ടിലൈസ് ചെയ്തു. ഇനി അവർക്കൊന്നും ചെയ്യാനുള്ളില്ല. ഇനി എങ്ങനെ അവർക്ക് അഡീഷണൽ ആയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? കാരണം ഓൾറെഡി അവരെന്ത് ചെയ്തു, 100% ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ഇനി ഉണ്ടാക്കാനുള്ള ഒരു സ്കോപ്പ് അവർക്ക് ഇല്ലേ എന്ന് പല ആൾക്കാരും ഇവിടെ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. കഴിഞ്ഞ Q3, അതായത് കഴിഞ്ഞ ആ ഒരു ഡിസംബർ ക്വാർട്ടറിലാണ് ഞാൻ പറഞ്ഞു അവരുടെ 4500 മെട്രിക് ടണ്ണിൻ്റെ പ്രൊഡക്ഷൻ സാച്ചുറേറ്റഡ് ആയത് എപ്പോഴായിരുന്നു, കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ അവർ എന്ത് ചെയ്തു, 4500 മെട്രിക് ടൺ 100% കപ്പാസിറ്റി യൂട്ടിലൈസേഷനിലോട്ട് അവർ പോയി
പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഒരു ക്വാർട്ടറിൽ അവർക്ക് എത്രത്തോളം സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒരു ക്വാർട്ടറിൽ അവർക്ക് 1125 മെട്രിക് ടൺ പ്രൊഡക്ട്സ് ആണ് ഉണ്ടാക്കാൻ പറ്റുക. അത്രയും ഇൻസ്റ്റൻറ്റ് കോഫി പ്രൊഡക്ട്സ് ആണ് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക അല്ലേ? കാരണം എന്താണ്? കാരണം ടോട്ടൽ 4500 ഡിവൈഡഡ് ബൈ 4, അതായത് 4 ക്വാർട്ടറല്ലേ വരുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും 1125 മെട്രിക് ടണിൻ്റെ പ്രൊഡക്ഷനാണ് ഓരോ ക്വാർട്ടറിലും അവർക്ക് എപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്? ഡിസംബർ വരെ അല്ലേ? ഡിസംബർ വരെ അവർക്ക് അത്രയുമാണ് ഒരു ക്വാർട്ടറിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ അവർ കപ്പാസിറ്റി അഡീഷൻ നടത്തിയത് എപ്പോഴാണ്? ജനുവരി 27 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? ഫെബ്രുവരിയിൽ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല ഫെബ്രുവരിയിൽ 30 ദിവസവും വരുന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പം അവർ 2 മാസം മാത്രമേ ആ ഒരു 2000 മെട്രിക് ടണിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൂ. അതായത് നമുക്കറിയാം ടോട്ടൽ 3 മാസമാണുള്ളത്. അതിൽ 1 മാസം അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 മാസം മാത്രമേ ആ യൂണിറ്റ് പ്രവർത്തിച്ചിട്ടുള്ളൂ. അങ്ങനെയാകുമ്പം അവർ 2/3 അല്ലെ 2/3 മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ടോട്ടൽ പറ്റാവുന്നതിൻ്റെ 2/3 മാത്രമേ അവർക്ക് ആ ഒരു ക്വാർട്ടറിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അതാണ് അവരെന്ത് ചെയ്തത്? കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു മാസത്തിൽ, അതായത് Q4 ഓഫ് FY25 അവർ സെല് ചെയ്തത്. അതായത് ടോട്ടൽ 500 മെട്രിക് ടണ്ണാണ് ഒരു ക്വാർട്ടറിൽ അല്ലേ? പുതുതായിട്ട് ആഡ് ചെയ്തതിനെ പറ്റി ഞാൻ പറയുന്നത്. പുതുതായിട്ട് അവർ 2000 മെട്രിക് ടൺ അല്ലേ ആഡ് ചെയ്തത്. അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ ക്വാർട്ടറിലും 500 മെട്രിക് ടണ്ണാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് കിട്ടും. ഓരോ ക്വാർട്ടറിലും അവർ 500 മെട്രിക് ടണ്ണും കൂടെ ആഡ് ചെയ്തു. മുന്നത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 1125 പ്ലസ് 500. പക്ഷേ എന്താ സംഭവിച്ചത്? ആ ഒരു ജനുവരി ക്വാർട്ടറിൽ അല്ലെങ്കിൽ കഴിഞ്ഞ Q4 ജനുവരി 27 സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്ര മാത്രമേ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ? 333 മെട്രിക് ടൺസ് മാത്രമേ ആ ഒരു ക്വാർട്ടറിൽ അവർ ആഡ് ചെയ്തിട്ടുള്ളൂ. അതും കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1452 മെട്രിക് ടൺ മാത്രമേ അവരെപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ? കഴിഞ്ഞ Q4 ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടർ, അതായത് Q1 നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Q1 അവർക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും? 1625. അപ്പോൾ Q4 അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയത് എത്ര മാത്രമാണ്? 1472 മാത്രമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ക്വാർട്ടർ Q1 നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1625 മെട്രിക് ടൺ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം അവരുടെ പ്രൊഡക്ഷൻ സാച്ചുറേറ്റ് ആയിട്ടില്ല, ഇനിയും സമയമുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ, അതായത് Q1 പൊതുവേ കച്ചവടം കുറവാണ്. മുന്നത്തെ പ്രാവശ്യത്തൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും Q1 പൊതുവേ കച്ചവടം കുറവുള്ള സമയമാണ്. കാരണം എല്ലാ സമയത്തും ആൾക്കാർ കോഫി കുടിക്കില്ല. ചൂട് കാലത്തൊന്നും ആൾക്കാർ അധികം കോഫി യൂസ് ചെയ്യില്ല. തണുപ്പ് കാലത്താണ് കൂടുതലും ഇങ്ങനത്തെ ബിവറേജസ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സീസണാലിറ്റി എഫക്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ Q1 പൊതുവേ കമ്പനിയുടെ പെർഫോമൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നും പെർഫോമൻസ് കുറഞ്ഞ പോലെ തോന്നും. അത് തോന്നൽ മാത്രമാണ്, പെർഫോമൻസ് കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ Q4 പെർഫോമൻസ് കുറച്ച് കൂടി അല്ലെ, വിചാരിച്ചതിനേക്കാളും കൂടുതൽ പെർഫോമൻസ് Q4 അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും കൂടി ഒരു എഫക്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഒരു എന്താ പറയുക കുറഞ്ഞതുപോലത്തെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടിപൊളി റിസൾട്ടാണ് അവർ ഈ പ്രാവശ്യം കൊണ്ടുവന്നത്. അടുത്ത പ്രാവശ്യവും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലുള്ള ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ആ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പാക്കേജിങ് ലൈൻ അവർ പറഞ്ഞതിനേക്കാളും ഫാസ്റ്റായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കമ്പനിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഇനി വരാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു അടുത്ത FY26 അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ കപ്പാസിറ്റി എക്സ്പാൻഷൻ കാപ്പെക്സ് അവർ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു കാപ്പെക്സ് ചിലപ്പം കുറച്ചുകൂടി നേരത്തെ വരാനും ഇവിടെ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു പ്രശ്നം ആൾക്കാർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഫിയുടെ പ്രൈസസ് ചെറിയ രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. അതിന് കാരണം ബ്രസീലിലൊക്കെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ വിയറ്റ്നാമിലൊക്കെ ഇനി പ്രൊഡക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രസീലിൽ ഇപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കോഫിയുടെ പ്രൈസ് ചെറുതായിട്ട് താഴത്തേക്ക് പോകും. അങ്ങനത്തെ ഒരു കൺസേൺ ആൾക്കാർ വെക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ വിൻറ്റേജ് കോഫിയുടെ ചെയർമാൻ ഒരു സ്വകാര്യ TV ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്ത്? ഈ പറയുന്ന കാര്യങ്ങളൊന്നും കമ്പനീനെ കൺസേൺ ആവില്ല, കമ്പനിക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പുള്ളി വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് വിശ്വസിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവാം. നല്ല രീതിയിൽ നമുക്ക് കമ്പനിയെ ട്രാക്ക് ചെയ്യാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഈ ഒരു കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.